ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചാൽ, കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു. മൊയ്തീന്റെയും അവിടുത്തെ ഒരു സേവാ മന്ദിറിന്റെ ഒക്കെ ഒരു വീഡിയോ ആയിരുന്നു. അപ്പം അതിന്റെ കണ്ടിന്യൂഷൻ പാർട്ട് 2 ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. സോ ഈ ഒരു പാർട്ട് 2 അനുബന്ധിച്ചിട്ട് ഞാൻ ഇപ്പൊ ഇവിടെ ഉള്ളത് തേത്തും കടവിലാണ്. മൊയ്തീൻ മരിച്ച ആ ഒരു പുഴയൊക്കെ ഇവിടെയാണുള്ളത്. പിന്നെ ഇവിടെ BP മൊയ്തീന്റെ പാർക്ക് ഉണ്ട്, നമുക്ക് കാണാം ബാക്കില്. BP മൊയ്തീന്റെ പാർക്കാണിത്. 1982 ജൂലൈ 15 നമ്മളിപ്പോൾ ഉള്ള ഈ ഒരു തേത്തും കടവിൽ തോണി മരണം ഉണ്ടായ അപകടത്തിൽ മൊയ്തീൻ മരണമടഞ്ഞത്. അപ്പം ഞാൻ ആ ഒരു കടവ് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അങ്ങോട്ട് പോകുന്ന സ്റ്റെപ്സ് ആണിത്. ഇതാണ് ആ ഒരു കടവ്. ഇവിടുത്തെ ഈ ഒരു പാലം പണ്ടില്ലായിരുന്നു. അപ്പം എല്ലാ കാര്യങ്ങൾക്കും തോണിയായിരുന്നു യൂസ് ചെയ്യാറ്. ഇപ്പോഴും ഇവിടെ ഒരു തോണി കാണുന്നുണ്ട്. ഈ ഒരു പാർക്കിന്റെ പണി കംപ്ലീറ്റ് ആയിട്ടില്ല. ഇപ്പം ഇവിടെ ചെയ്തിട്ടുള്ള നമ്മൾ ഈവനിങ്ങിലൊക്കെ വന്നാൽ ഈ ഒരു പുഴേൻ്റെ വ്യൂ ഒക്കെ കണ്ടിരിക്കാൻ പറ്റുന്ന കുറേ ഇരിപ്പിടങ്ങളാണ്. ഈ ഒരു പാർക്കിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഏകദേശം 1 മാസമായിട്ടേ ഉള്ളൂ. ഇതിന്റെ ബാക്കി നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നതേ ഉള്ളൂ. അപ്പം ഇതാണ് മുക്കത്തുകാരുടെ മനസ്സിൽ ഇപ്പോഴും ജീവിക്കുന്ന മൊയ്തീൻ മരിച്ച ആ ഒരു കടവും BP മൊയ്തീൻ്റെ ഒരു പാർക്കും. അപ്പം ഇനി നമുക്ക് കാഞ്ചൻ ചേച്ചീൻ്റെ വീട്ടിലേക്ക് പോവാം. അപ്പം നമ്മൾ കാഞ്ചൻ ചേച്ചീൻ്റെ അടുത്താണുള്ളത്. അപ്പം ഇനി നമുക്ക് കാഞ്ചൻ ചേച്ചീൻ്റെ കുറച്ച് വിശേഷങ്ങളിലേക്ക് പോവാം. ഇപ്പം ഈ ഒരു കൊറോണയും ഈ ഒരു ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് കാഞ്ചൻ ചേച്ചി സേവാ മന്ദിറിലൊക്കെ പോവാറുണ്ടോ? ഇല്ല മോളെ, 6-7 മാസം ആവാറായി പോവാറായിട്ട്. നമ്മളെ കേരളവും ഇന്ത്യയും ഒക്കെ പൂട്ടുന്നതിന് മുമ്പേ BP മൊയ്തീൻ സേവാ മന്ദിർ പൂട്ടേണ്ടി വന്നു. സന്ദർശകരുടെ ആ സിനിമ കൊണ്ട് ഇനിയും സന്ദർശകരുടെ ബഹളം അവസാനിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതൊരു പ്രശ്നമായിരുന്നു എനിക്ക്. അതുകൊണ്ട് പിന്നെ ലൈബ്രറിയും പറഞ്ഞ് നിങ്ങളില്ലാതെ ഞാൻ ഇവിടെ നിൽക്കില്ല, കാരണം സന്ദർശകർ ബോർഡ് വെച്ചിണ്, എന്നിട്ടും സന്ദർശകർ ബഹളം ഉണ്ടാക്കി. അവൾ വാതിലടച്ചിട്ടിട്ട് ജനലൊക്കെ മുട്ടി ബുദ്ധിമുട്ടിച്ച്. അങ്ങനെ ഞാൻ വിളിച്ചു പറഞ്ഞ് ലൈബ്രറി കൗൺസിലേക്ക് വിളിച്ചു പറഞ്ഞ്, അറിയാലോ സാധാരണ ലൈബ്രറി പോലെ ഒരു ഈ സിനിമ വന്നുകൊണ്ടുള്ള ഒരു അന്തരീക്ഷം മാറിപ്പോയതാണ്. അപ്പം പറഞ്ഞ് നിങ്ങൾ തീരുമാനം എടുത്ത് അങ്ങനെ നമ്മൾ മാർച്ച് 12 നമ്മൾ അടച്ചു. ഓക്കെ, ഇത് 10 ഞാൻ പോകുന്നത് 2 ദിവസം ലൈബ്രറിയുടെ എങ്ങനെയോ പിടിച്ചു നിന്നത്. ഇത് എന്നാണ് ഈ ഒരു സേവാ മന്ദിർ തുടങ്ങിയതും എല്ലാം? BP മൊയ്തീൻ സേവാ മന്ദിരം തുടങ്ങുന്നത് 1987 പക്ഷേ രജിസ്റ്റർ ചെയ്യുന്നത് 88 പക്ഷേ തുടങ്ങുന്നതിന് മുമ്പ് 1960 BP മൊയ്തീൻ എന്ന് പറഞ്ഞ ആളെ കേട്ടിട്ടുണ്ടല്ലോ. മൊയ്തീൻ സ്ഥാപിച്ച നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി ആരാന്നറിയില്ലേ? അവന് നേതാജിയുടെ വലിയ ആരാധകനായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മകളെ പേരിലാണ് ചിൽഡ്രൻസ് ക്ലബ്ബ് എടുക്കുന്നത്. ചിൽഡ്രൻസ് ക്ലബിന് അയാളുടെ ഏക മകളാണ് മകള് ഉണ്ടായിരുന്നല്ലോ. ആ കുട്ടീൻ്റെ പേര് അന്നിട്ട് അനിത ചിൽഡ്രൻസ് ക്ലബ്ബ്. അങ്ങനെയാണ് പിന്നീട് അനിത വന്ന സമയത്ത് ഇന്ത്യയിൽ മുഴുവൻ മൊയ്തീനൊക്കെ കൂടെ ഉണ്ട് അതിന്. അങ്ങനെ അനിത ചിൽഡ്രൻസ് ക്ലബിൻ്റെ പ്രവർത്തനം വളരെ ശക്തമായി പോയതാണ്. അതിന് നല്ല വലിയൊരു വിങ് ഉണ്ടായിരുന്നു, യൂത്ത് വിങ്, മെഡിക്കൽ കോറ്, എഡ്യൂക്കേഷൻ കോറ്, അങ്ങനെ എല്ലാം. ഹോസ്പിറ്റൽ തന്നെ അവർ നടത്തിയിട്ടുണ്ട്, സൗജന്യ ഹോസ്പിറ്റൽ. അങ്ങനെ പിന്നെ ചൈന ആക്രമണ കാലഘട്ടത്തിൽ ധാരാളം പിന്നെ ചിത്രപ്രദർശനം. ചൈന ആരും അറിയാത്തൊരു സംഭവമായിരുന്നു. ചൈന ആക്രമണ കാലഘട്ടത്തിൽ മൊയ്തീൻ മിലിറ്ററിയിൽ ചേരാൻ പോയ കഥ ഏജ് ഓവറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചേരാൻ പറ്റാതെ ഇതാണ് അഡ്വക്കേറ്റ് ജോളി സക്രസിൻ്റെ ലേഖനത്തിൽ നിന്നാണ് ഇപ്പോൾ അത് എല്ലാവർക്കും പിടികിട്ടിയത്. മൂപ്പര് ട്രൈ ചെയ്തിരുന്നു. ഇവനെയും കൂട്ടി അവനൊന്നും പേടിയില്ല, എല്ലാവരോടും പിന്നെ പട്ടാളത്തിൽ ചേരാൻ പറയും. എന്നിട്ട് അതിന് പിന്നെ നമ്മുടെ ഓർമ്മയിലെ മൊയ്തീൻ കിട്ടിയിട്ടുണ്ടോ? ഓർമ്മയിലെ മൊയ്തീൻ നമ്മൾ ഫണ്ടിന് വേണ്ടിയിട്ട് രണ്ടാമതൊരു അടിച്ച പുസ്തകമാണ് ഓർമ്മയിലെ മൊയ്തീൻ. ആദ്യത്തേത് സൗജന്യമായിട്ട് തന്നെ പോയി, സ്മരണിക
MT വാസുദേവൻ നായർ തുടങ്ങി മൊയ്തീനെ കുറിച്ച് എഴുതുന്നവരുടെ അതാണ് ഓർമ്മയിലെ മൊയ്തീൻ. ആ ഓർമ്മയിലെ മൊയ്തീനിൽ ജോളി അതിൻ്റെ ലേഖനം എഴുതുമ്പോഴാണ് എഴുതിയത് വായിച്ചപ്പോഴാണ് ആളുകൾക്കെല്ലാം മനസ്സിലായത്. ഞാൻ കുറച്ച് മുമ്പ് ജോളി പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞു, ഞാനും ആരെയും അറിയിച്ചിരുന്നില്ല. അത് ജോളി പറഞ്ഞതിലേ ഞാൻ അറിയുന്നത്, അറിഞ്ഞില്ല, എന്നോട് പറഞ്ഞിട്ടില്ല. കള്ളി സ്പീഡിൽ ഭയങ്കര ഇതല്ലേ, ദേശസ്നേഹിയാണ്. സാധാരണ മനുഷ്യന് ഒരു നേതാജിൻ്റെ മാതിരിയുള്ള സാഹസികതയും ഒക്കെയുള്ളൊരു വ്യക്തിയാണല്ലോ. സിനിമയിൽ കാണുമ്പോൾ നമ്മളൊരു കാമുകനെയാണ് കാണുന്നത്. സിനിമയിലെ കാമുകനല്ല മൊയ്തീൻ. മൊയ്തീൻ പരാക്രമിയാണ്. ദുഃഖിതർക്കും ദുരിതർക്കും വേണ്ടിയിട്ട് സ്വജീവിതം അർപ്പിച്ചത് മരണം അത് നമ്മളെ കാണിച്ചു തന്നു കേട്ടോ. അത് സത്യമാണെന്ന് നമുക്ക് കാണിച്ചു തന്നു മരണം. അങ്ങനെയുള്ളൊരു മനുഷ്യൻ്റെ ഓർമ്മയിലെ മൊയ്തീൻ എന്ന് പറഞ്ഞ പുസ്തകം അതാണല്ലോ. എങ്ങനെ പോയി എന്നുള്ളത് എനിക്കറിയില്ല. അന്ന് പോകേണ്ട സാധ്യതയില്ല. കാരണം അവർ അന്ന് പോകാമെന്നുള്ള നിലയിലാണ് യാത്ര. അത് തെറ്റാണ്. ആ സമയത്ത് ഞങ്ങൾ അതിന് മുമ്പേ ഇരുന്ന തെറ്റ്. ഇനി അന്ന് പോയിണമെന്ന് അറിയില്ല. ഇതിപ്പോൾ ലാസ്റ്റ് മരിക്കുന്ന സമയത്തുള്ളൊരു യാത്രയിൽ മരിക്കാനുള്ള ആ കാലഘട്ടത്തിൽ ഞാൻ മുക്കത്തേക്ക് തന്നെ വരാമെന്ന് പറഞ്ഞതാണ്. അതിനൊരുക്കത്തിലായിരുന്നു മൊയ്തീൻ, വളരെ സന്തോഷത്തിൽ. അങ്ങനെയാണെങ്കിൽ മരിക്കട്ടെ, അപ്പോൾ ഞാൻ വരാം. കാരണം മൂപ്പര് ഒരിക്കലും നിരാശയ്ക്ക് കത്ത് എഴുതാറില്ല. ഭയങ്കര നിരാശയായിട്ടൊരു കത്ത് എഴുതി. അപ്പോഴാണ് എന്തത്ര നിരാശ. അപ്പം എന്നോട് പറഞ്ഞ് 7 ജന്മം വരെ കാത്തിരിക്കുമെന്ന് പറഞ്ഞാൽ 7 ജന്മം വരെ കാത്തിരിക്കുമെന്ന് പറഞ്ഞാൽ ഒരു ജന്മം കഴിയുന്നതിന് മുമ്പ് നിരാശനായോ എന്ന് തമാശയായിട്ട് ചോദിച്ചു. അങ്ങനെ നിരാശനാണ് ഞാൻ അങ്ങോട്ട് വരുന്നതെന്ന് പറഞ്ഞു. മറ്റേ അമേരിക്കയിലൊക്കെ ഞങ്ങൾ തീരുമാനം എടുത്ത് ആ ഡേറ്റൊക്കെ ഇങ്ങനെ പോവുകയാണല്ലോ, ഓരോ ഏട്ടൻ്റെ മരണം ഓരോന്ന്.